ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അഞ്ജലിയും ശ്യാമും കിടക്കുവാട്ടോ. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, എനിക്ക് ഈ പ്രാവശ്യത്തെ ഹോളി ഭയങ്കര പ്രത്യേകതയുള്ളതാണ് ശ്യാമേട്ട എന്ന് പറയാണ്. എന്താ ശ്യാമേട്ടൻ അതെന്താണെന്ന് ചോദിക്കാത്തത്? അതെന്താണെന്ന് നീ പറ രാജകുമാരി എന്ന് വെച്ച് പറയാണ്. അത് വേറൊന്നല്ല, നമ്മുടെ കുഞ്ഞ് വന്നിട്ടുള്ള ആദ്യത്തെ ഹോളിയല്ലേ, അതുകൊണ്ട്. പിന്നെ നമ്മുടെ അനിയന്മാരുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഹോളി. പിന്നെ ആകാശിൻ്റെ വിവാഹം ഏകദേശം നടക്കുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു, പക്ഷെ അശ്വിൻ്റെ വിവാഹം പെട്ടെന്ന് നടന്നതാണല്ലോ. കേട്ടോ ശ്യാമേട്ട, ശ്രുതിനെ എനിക്കും മുത്തശ്ശിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അശ്വിനെ വേണ്ടി അവൾ ആലോചിച്ചാലോ എന്ന് പോലും ഞാനും മുത്തശ്ശി ആലോചിച്ചതായിരുന്നു. ആ സമയത്ത് അശ്വിനും ശ്രുതിയും കൂടി ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത് എന്തായാലും നന്നായി അല്ലേ ശ്യാമേട്ട എന്ന് പറയുമ്പോഴേക്കും അതേന്ന് പറയുകയാണ്. എന്തായാലും ഈ പ്രാവശ്യത്തെ ഹോളി എനിക്കൊന്ന് അടിച്ച് പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുക കേട്ടോ. അഞ്ജലി എഴുന്നേറ്റ് പോകുമ്പോഴേക്കും ശ്യാം മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ശ്രുതിനെ കെട്ടിയത് അശ്വിനായിരിക്കാം, പക്ഷേ അവളുടെ കൂടെ ജീവിക്കാൻ പോകുന്നത് ഈ ശ്യാമാണ്. ഈ ശ്യാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാത്രിയാണ്. രാത്രിയാകുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ കിടക്കുവാണ്, അശ്വിനും ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നുണ്ട്. ശ്രുതി പെട്ടെന്ന് ഉറക്കത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഹോളി ആഘോഷിക്കാൻ പോകണവർ ഹോളി, ഇവർ ഹോളി ആഘോഷിക്കാൻ എന്താ ഹിന്ദിക്കാരാണോ, നോർത്ത് ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഹോളി ആഘോഷിക്കുമെങ്കിലേ ഞാനേ നെന്മാറ പെരുന്നാൾ പരിപാടി ആഘോഷിക്കും, ഉത്സവം ആഘോഷിക്കും, അതാഘോഷിക്കും, ഇതാഘോഷിക്കും എന്നൊക്കെ പറയണം. എന്നിട്ട് അശ്വിൻ സായറാമിൻ്റെ തല ഞാൻ മൊട്ടയടിക്കും, മൊട്ടയടിച്ച് കഴുതപ്പുറത്ത് കൂടി കയറ്റി നടത്തും. ഒരു അശ്വിൻ സായറാം, ഒരു അഞ്ജലി മേഡം, ഒരു മുത്തശ്ശി, അവർ പറഞ്ഞതൊക്കെ അനുസരിക്കണം. ഇതെന്താണിത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ഉറക്കത്തിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അശ്വിൻ നാശം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെന്താ ഈ പറയണത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് അയ്യോ ചേച്ചി ചേച്ചി കേൾക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത്, ചേച്ചി എഴുന്നേക്ക് ചേച്ചി, ഞാൻ പറഞ്ഞത് കേട്ടോ, അവർ ഹോളി ആഘോഷിക്കാൻ പോവാ ചേച്ചി, നമുക്കും ഹോളി ആഘോഷിക്കണം, നമുക്ക് അവരെക്കാൾ അടിച്ചു പൊളിച്ച് ഹോളി ആഘോഷിക്കണം ചേച്ചി. ചേച്ചി ഇല്ലല്ലോ, അയ്യോ ഈശ്വരൻ എന്നെ ഉറക്കത്തിലാണോ പറഞ്ഞത്, അപ്പോൾ ഇതെൻ്റെ വീടല്ലേ? ഇത് അശ്വിൻ സാറാമിൻ്റെ വീടാണ്, കിടന്നുറങ്ങാം, നാളെ എന്തായാലും ഹോളി ആഘോഷിക്കാം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഹോളി ആഘോഷിക്കാൻ പോണത്, ഇതിനു മുമ്പ് ഹോളി കണ്ടിട്ടൊക്കെ ഉണ്ട്, ഇതുവരെ ആഘോഷിച്ചിട്ടില്ല, എന്തായാലും നാളെ ഒന്ന് ഹോളി ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങനെ കിടക്കുക കേട്ടോ. അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ രാമേട്ട ആ പെട്ടി കൂടെ കൊണ്ടുവന്ന് എന്ന് അഞ്ജലി പറയാണ്. ഈ പെട്ടിയാണോ മോളെ? അയ്യോ ഇതല്ല രാമേട്ട, മറ്റേ പെട്ടി, ഇത് മുത്തശ്ശിയുടെ പെട്ടിയല്ലേ, എന്തായാലും കൊണ്ടുവന്നതല്ലേ, ഇവിടെ ഇരിക്കട്ടെ, ഞാൻ എടുത്തു വെച്ചോളാം എന്ന് അഞ്ജലി പറയാണ്. ആ സമയത്ത് മുത്തശ്ശി വരുന്നുണ്ട്. എന്താ അഞ്ജലി മോളെ, ഹോളിയുടെ കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് മുത്തശ്ശി. ഈ പെട്ടി ആരെ ഇവിടെ കൊണ്ടു വെച്ചതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അത് രാമേട്ടൻ അറിയാണ്ട് ഞാനൊരു പെട്ടി കൊണ്ടുവരാൻ പറയാണ്ട് കൊണ്ടുവന്നതാ. സാധാരണ മുത്തശ്ശി ഇതിൽ നിന്നല്ലേ തുടങ്ങാറ്? അതെ, എല്ലാ വർഷവും ഇതിൽ നിന്ന് തന്നെ തുടങ്ങാറ്, പക്ഷേ ഈ വർഷം ഞാൻ തുടങ്ങുന്നില്ല. എന്താ മുത്തശ്ശി, ഈ വർഷം ഞങ്ങളുടെ ഹോളി ആഘോഷിച്ചൂടെ എന്ന് പറയാണ്. ഇല്ല, ഈ വർഷം എനിക്ക് ആഘോഷിക്കാൻ പറ്റില്ല. ഹാപ്പി ഹോളി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ്. അല്ല എന്താ അഞ്ജലിമയുടെ പെട്ടിയിൽ ഇതോ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ആ പെട്ടി തുറക്കാണ്. അതിനുശേഷം പറയുന്നുണ്ട്, ഇതിലെ ഹോളിക്ക് നമ്മുടെ മുത്തശ്ശി കൊടുത്ത ഗിഫ്റ്റുകളാണ്, ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് സാരി കാണിച്ചെടുക്കണം. ഇത് നല്ല സാരിയാണല്ലോ. അതെ, എല്ലാം ഭദ്രമായിട്ട് മുത്തശ്ശി സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഇതിൽ നിന്നാണ് മുത്തശ്ശി തുടങ്ങുന്നത്. രാവിലെ ആകുമ്പോൾ ഇത് തുറന്നിട്ട് ഒരുപാട് നേരം ഇതിൽ നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും. മുത്തശ്ശൻ്റെ ഓർമ്മകൾക്ക് അതിനുശേഷം ഹോളി ആഘോഷിക്കും. പക്ഷേ ഈ പ്രാവശ്യം ആഘോഷിക്കുന്നില്ലെന്നാണ് മുത്തശ്ശി പറഞ്ഞത്. അത് കൊള്ളാലോ, അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, ഈ പ്രാവശ്യം മുത്തശ്ശി ഹോളി ആഘോഷിക്കും. അഞ്ജലി മേഡം നോക്കിക്കോ, ഞാനാ പറഞ്ഞത്, ഈ പ്രാവശ്യം ഹോളി മുത്തശ്ശി നമ്മുടെ കൂടെ ആഘോഷിച്ചിരിക്കും എന്നൊക്കെ നമ്മുടെ ശ്രുതി പറയാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി അഞ്ജലി പറയണ്ട, അതിൽ അഞ്ജലി മേഡം ഹോളി ആഘോഷിക്കുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനില്ലേ, പൊടി സാധനങ്ങൾ എല്ലാം ഞാൻ മേടിക്കാനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട്. അയാൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ ആവശ്യം വെച്ചാൽ അതിൽ നിന്ന് എടുത്തോളൂ എന്ന് അഞ്ജലി പറയാണ്. ശരി മേഡം എന്ന് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഹോളിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അയാൾ വന്നിട്ടോ, ഒരുപാട് കവറും സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ആരാന്ന് ചോദിക്കുമ്പോൾ അല്ല, ഹോളിക്കുള്ള സാധനങ്ങളായിട്ട് വന്നതാ. അതെയോ, എവിടെ എന്ന് പറഞ്ഞിട്ട് ഒരെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇത് കൊള്ളാം എന്താ പറയുമ്പോൾ പ്രീതി വരുന്നുണ്ട്. എന്താ മോളെ ഇത് ഹോളിക്കുള്ള സാധനങ്ങളാണ്, നമുക്ക് എടുക്കാം, ഈ കളർ പൊടികൾ കൊള്ളാമല്ലേ? അതെ, ഇത് 2-3 കളർ പൊടികൾ വേണം, എടുത്തോ മേഡം, എത്ര വേണമെങ്കിലും എടുത്തോ എന്ന് ആ ചേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കളർ പൊടികളും അതുപോലെ തന്നെ അത് ഇങ്ങനെ ചീറ്റണ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുക കേട്ടോ. അത് കണ്ടുകൊണ്ട് മനോരമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് കൊള്ളാലോ, മരുമകളും ഡ്യൂപ്ലിക്കേറ്റ് മരുമകളും പർച്ചേസ് ചെയ്യുവാണോ എന്ന് പറയാണ്. അതെ, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്താൽ ബില്ല് ആര് കൊടുക്കും, നിങ്ങൾ കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആകാശേട്ടനോട് ചോദിക്കാം എന്ന് പ്രീതി പറയുമ്പോൾ, അതെ ആകാശിനോട് ചോദിക്കാൻ നിൽക്കൊന്നും വേണ്ട, ആകാശേ അധ്വാനിക്കണത് നിനക്ക് വേണ്ടി ചിലവാക്കായിട്ടൊന്നും അല്ല, അവൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മനോരമ, നിനക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നീ എടുത്തല്ലോ, ഓർഡർ ചെയ്ത് വരുത്തിയല്ലോ, അത് മതി,
ഇവർക്കുള്ള സാധനങ്ങൾ ഇവർ മേടിച്ചോളും, അതിനെ നീ പണം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയാണ്. മക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്തോ എന്ന് മുത്തശ്ശി പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ശേഷം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ചേച്ചി വിഷമിക്കേണ്ട, ഞാൻ പൈസ നോക്കിക്കോളാം, ആ കുടുക്ക എൻ്റെ കയ്യിലുണ്ട്, അതിൽ എത്ര രൂപയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ, ഞാൻ കൊടുത്തോളാം, ആകാശ് സാറിനോട് ചോദിക്കൊന്നും വേണ്ട എന്ന് പറയട്ടെ നമ്മുടെ ശ്രുതി മുകളിലേക്ക് കയറി പോവാട്ടോ. ശേഷം കുടുക്ക എടുക്കുകയാണ്. അയ്യോ ഈ കുടുക്കയിലൊന്നും ഇല്ലല്ലോ, ആകെ ഇതിൽ ഇത്രയും പൈസയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുടുക്ക പൊട്ടിക്കാട്ടോ ശ്രുതി. അതിൽ നിന്ന് ചില്ലറ പൈസയും കോയിൻസൊക്കെ നിലത്തേക്ക് വീഴുന്നുണ്ട്. ശ്രുതി അത് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കോയിൻസ് നിലത്തേക്ക് വീഴുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവളിതെന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അകത്തേക്ക് വരുവാണ്. ആ സമയത്ത് ശ്രുതി കോയിൻസ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 1 2 എന്ന് പറഞ്ഞിട്ട് എണ്ണിക്കൊണ്ട് മേശയുടെ അടിയിലേക്ക് കോയിൻ പോകുമ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി കുനിയാട്ടോ. നിവരണ സമയത്ത് മേശയുടെ ആ ഒരു അറ്റം കൊണ്ട് ശ്രുതിയുടെ തല മുട്ടോന്ന് പേടിച്ചിട്ട് അശ്വിൻ പെട്ടെന്ന് അത് തല മുട്ടാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ മേശയിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അത് കാണുമ്പോൾ ശ്രുതിക്ക് ചിരി വരുന്നുണ്ട്. ആഹാ കൊള്ളാലോ, നിങ്ങളപ്പോൾ മറ്റുള്ളവരെ കെയറൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയാണ്. ആ സമയത്ത് അശ്വിനൊന്നും മിണ്ടാതിരിക്കുകയാണ്. അതിനുശേഷം ശ്രുതി നോക്കുമ്പോഴേക്കും അതിലെ പൈസ ഒന്നും തന്നെ തികയുന്നില്ല കേട്ടോ. ശ്രുതി പറയുന്നുണ്ട്, അതെ എനിക്ക് ലോൺ വേണമായിരുന്നു. ലോണോ? എന്ത് ലോൺ എന്ന് ചോദിക്കുമ്പോഴേക്കും, അതെ നിങ്ങൾ എന്നെ ഇവിടെ എഗ്രിമെൻറ്റിനെ ഭാര്യയായിട്ട് നിർത്തിയിരിക്കുന്നതല്ലേ, അതുപോലെ നിങ്ങൾക്ക് എല്ലാം ബിസിനസ്സുകാർക്ക് ലോണും ഒക്കെ കാര്യങ്ങളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലോൺ വേണം, ഞാൻ വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് തരാം എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ എടുക്കുകയാണ്. ശ്രുതികുമാരി ലക്ഷ്മിയായിട്ടുള്ള ഞാൻ അശ്വിൻ സാരമിൻ്റെ കയ്യിൽ നിന്ന് 3000 രൂപ ലോൺ മേടിച്ചിരിക്കുന്നു, ഇത് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കാം ശ്രുതികുമാരി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് പേരും ഒപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇന്ന് ആ പേപ്പറിൽ ഞാൻ പേരും ഒപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, ഇനി നിങ്ങൾ എനിക്ക് 3000 രൂപ കടം തരണം, ഇത് എപ്പോൾ തിരിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പൈസ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും എന്ന് ശ്രുതി പറയുകയാണ്. 3000 രൂപ നിങ്ങൾ എനിക്ക് കടം തരാമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അശ്വിൻ എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ മേടിക്കുകയാണ്. ശേഷം അതിലെഴുതിക്കാൻ വായിക്കുക കേട്ടോ. ശ്രുതികുമാരി ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഞാൻ അശ്വിൻ സാറാമിൻ്റെ കയ്യിൽ നിന്ന് 3000 രൂപ കടം മേടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയേക്കുന്നത് വായിച്ച് നോക്കാം കേട്ടോ. അശ്വിനത് കാണുമ്പോൾ ചിരി വരുന്നുണ്ട്. ശേഷം അശ്വിൻ ശരിയെന്ന് പറഞ്ഞിട്ട് ആ 3000 രൂപ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ശ്രുതിക്ക് സന്തോഷമാവാണ്. ശ്രുതി ആ പൈസയായിട്ട് നേരെ നിലത്തേക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക കേട്ടോ. അതിനുശേഷം ഈ പ്രാവശ്യം ഹോളി എന്തായാലും അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കളർ പൊടികളും സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. അതേസമയം ശ്യാമാണെന്നുണ്ടെങ്കിലോ ശ്രുതിനെ എങ്ങനെയെങ്കിലും ഹോളി സമയത്ത് സ്വന്തമാക്കണം. അവളെ കെട്ടിയിരിക്കണ അശ്വിനാണെന്നുണ്ടെങ്കിലും ഈ പ്രാവശ്യം അവളുടെ മുഖത്ത് ഹോളിക്ക് പൊടി തേക്കാൻ പോകുന്നത് ഞാനായിരിക്കും. അവളുടെ ഭർത്താവെന്ന നിലയിൽ ഞാൻ തന്നെയായിരിക്കും ആ ഹോളിക്ക് പൊടി തേക്കാൻ പോകുന്നത്. അശ്വിൻ വെറും ഡമ്മി ഭർത്താവ്, ഞാനായിരിക്കും അവളുടെ ഒറിജിനൽ ഭർത്താവ്, അതുകൊണ്ട് ഞാൻ തന്നെ അവളുടെ മുഖത്ത് പൊടി തേക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ കൂടി തന്നെ ശ്യാമും ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ട് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഭാഗം നാളെയാണ് കേട്ടോ. നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ അമ്മയും അമ്മായിയൊക്കെ വരുന്നത്. എല്ലാവരും ഒന്നാവുന്ന എപ്പിസോഡ് നാളത്തെ എപ്പിസോഡാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡും മറ്റന്നാളത്തെ എപ്പിസോഡും ഹോളി തന്നെയായിരിക്കും. നാളെയാണ് നമ്മുടെ ശ്രുതിയുടെയും അശ്വിൻ്റെയും ആ ഒരു തകർപ്പൻ പെർഫോമൻസ്, അത് ഡാൻസും പാട്ടും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ ഹിന്ദിയിൽ ഇങ്ങനെ ഡാൻസ് ഒന്നും ഇല്ല കേട്ടോ, ഇതിൽ ഡാൻസൊക്കെ കാണിക്കേണ്ട. അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ എപ്പിസോഡായിരിക്കും, നല്ല അടിപൊളിയായിട്ടുള്ള എപ്പിസോഡ് തന്നെയായിരിക്കും. അത് മാത്രമല്ല ശ്രുതിനെ ഇടയ്ക്കിടയ്ക്ക് സ്വന്തമാക്കാൻ വേണ്ടി ശ്യാം ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിൽ നിന്നൊക്കെ വിദഗ്ധമായിട്ട് ശ്രുതി രക്ഷപ്പെടുന്നുണ്ട്. അശ്വിൻ രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളത്തെ ഹോളി എപ്പിസോഡിന് വേണ്ടിയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് പ്രൊമോ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്രൊമോ കാണാൻ വേണ്ടി കാത്തിരിക്കാം കേട്ടോ ഫ്രണ്ട്സ്. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ, ടേക്ക് കെയർ.